എല്ലാ പേഷ്യൻസും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ മനസ്സിലായി, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി. ഈവൻ ഞാനതിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. MRIയുടെ റിപ്പോർട്ട്സ് കൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ റിപ്പോർട്ട്സ് ഒന്നും ഞാൻ നോക്കാണ്ട് ജസ്റ്റ് ഈ പൾസ് നോക്കിയിട്ട് 2 കയ്യിൽ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏത് വെർട്ടിബ്രയിലാണ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഡിസ്കിന് എന്തെങ്കിലും പ്രൊലാപ്സേഷൻ ഉണ്ടോ, ഡിസ്ക് ബൾജിങ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. മൂല കാരണത്തെ നോക്കി ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ അക്യുപഞ്ചറിസ്റ്റുമാരും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് പങ്കെടുക്കാം ഈ വർക്ക്ഷോപ്പിൽ. എത്ര ദിവസമായി തലവേദന തുടങ്ങിയിട്ട്? 5-6 ദിവസമായി തുടർച്ചയായിട്ടുണ്ട്. കഴുത്തിന്റെ പുറകുവശത്ത് എന്തെങ്കിലും ഉണ്ടോ? ഈ ഹിപ്പിന്റെ ഇവിടെ നിന്നേ സൈഡ് ബാക്ക് സൈഡിൽ കൂടി ഒരു വിരിച്ചിൽ പോലെയോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ട്? ചെവിയിലൊരു മൂളക്കം പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടോ അങ്ങനെ അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാല് നമ്മുടെ പൾസ് നോക്കിയിട്ടാണ് ഞാനിപ്പോ അത് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു പൾസ് ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസിലുള്ള ഒരു ഡയഗ്നോസിസ് മെത്തേഡാണ്, അതായത് രോഗനിർണയ രീതിയാണ്. അപ്പൊ ഈ രോഗനിർണയ രീതി പലപ്പോഴും ഇവിടെ വരുന്ന, ഇപ്പൊ താങ്കൾ മാത്രമല്ല, താങ്കൾ ഇപ്പൊ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലായി, എല്ലാ പേഷ്യൻസും ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതെങ്ങനെ മനസ്സിലായി, ഞങ്ങളുടെ രോഗങ്ങളൊക്കെ എങ്ങനെ മനസ്സിലായി. ഈവൻ ഞാനതിൽ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ്. MRIയുടെ റിപ്പോർട്ട്സ് കൊണ്ട് വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ആ റിപ്പോർട്ട്സ് ഒന്നും ഞാൻ നോക്കാണ്ട് ജസ്റ്റ് ഈ പൾസ് നോക്കിയിട്ട് 2 കയ്യിൽ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഏത് വെർട്ടിബ്രയിലാണ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഡിസ്കിന് എന്തെങ്കിലും പ്രൊലാപ്സേഷൻ ഉണ്ടോ, ഡിസ്ക് ബൾജിങ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോ അത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ ഒരു സാധാരണക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ സുഹൃത്തുക്കൾ, അതായത് ഒരുപാട് അക്യുപഞ്ചറിസ്റ്റുമാരുണ്ട്, ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി, അതുപോലെ ആയുർവേദ ഡോക്ടേഴ്സ്, തെറാപ്പിസ്റ്റുമാർക്ക്, ഇവർക്ക് ഈ ഓൾട്ടർനേറ്റീവ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും ഈ രോഗനിർണയ രീതി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ എല്ലാവർക്കും അറിയാം, റൂട്ട് കോസ് നോക്കി ട്രീറ്റ് ചെയ്താലാണ് നമുക്ക് രോഗം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ ഒരു രോഗം വരാനുള്ള ഒരു മൂല കാരണത്തെ ചികിത്സിച്ചാലല്ലേ നമുക്ക് ആ വേരെപ്പാട് എടുത്ത് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ അടുത്ത മാസം സെപ്റ്റംബർ 5-6 തീയതികളിൽ നമ്മളൊരു വലിയൊരു മാസ്റ്റർ വർക്ക്ഷോപ്പ് വെച്ചിട്ടുണ്ട് പൾസ് ഡയഗ്നോസിസിന്റെ. അപ്പൊ നിങ്ങൾ ഇനി എല്ലാവർക്കും, നമുക്ക് പലപ്പോഴും അറിയാം, പനി എന്ന് പറയുന്ന ഒരു രോഗമല്ല, രോഗത്തിന്റെ ലക്ഷണമാണ്. ഇപ്പൊ നേരത്തെ ഡയഗ്നോസ് ചെയ്ത പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് തലവേദന എന്നാ പറയുന്നത്. അപ്പൊ അതിന്റെ റൂട്ട് കോസ് മനസ്സിലാക്കി എടുത്തേ പറ്റുള്ളൂ. ചിലപ്പോൾ സെർവിക്കൽ സ്പോണ്ടിലോസിസ് കൊണ്ട് തലവേദന വരാം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കൊണ്ട് തലവേദന വരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ടെൻഷൻസ് കൊണ്ട് തലവേദന വരാം, കുറെ നേരം സ്ക്രീൻ ടൈം നോക്കുന്നുണ്ട് തലവേദന വരാം. അപ്പൊ എന്താണോ റൂട്ട് കോസ്, ഈ റൂട്ട് കോസിലോട്ട് എത്തിപ്പെടണമെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് രോഗനിർണയം ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ രോഗനിർണയം പൂർണ്ണമായിട്ട് ചെയ്താലാണ് രോഗത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാനായിട്ട്, അതായത് മാറ്റിയെടുക്കാനായിട്ട് സാധ്യമാവുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു 2 days മാസ്റ്റർ വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. സെപ്റ്റംബർ 5-6 ശനി ഞായർ തീയതികളിൽ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ, 40 സീറ്റാണുള്ളത്. വെറുതെ ഒരു പോസ്റ്റർ ഉണ്ടാക്കി ചുമ്മാ ചില ഗ്രൂപ്പുകൾ ഇട്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് 20 above സീറ്റ്സ് ഇപ്പൊ തന്നെ ഫില്ലായി. അപ്പൊ ഇനി കുറച്ച് സീറ്റുകൾ മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ മൂല കാരണത്തെ നോക്കി ചികിത്സിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ അക്യുപഞ്ചറിസ്റ്റുമാരും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് മേഖലയിൽ പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷണേഴ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് പങ്കെടുക്കാം ഈ വർക്ക്ഷോപ്പിൽ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വരുന്ന ഓരോ രോഗികളെയും പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചികിത്സിച്ച് ഫുള്ളായിട്ട് ഭേദമാക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല ഇതിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത ഒരു സാധനം എന്ന് വെച്ചാൽ, പല ആൾക്കാരും ഇന്ന് പ്രോട്ടോകോൾ പാലിക്കുന്ന ആൾക്കാരാണ്. പലപ്പോഴും എന്നെ വിളിച്ചിട്ട് എന്റെ സ്റ്റുഡൻസ് ചോദിക്കും, മാഡം ഈ മൈഗ്രെയിൻ എന്താണ്, തലവേദനക്ക് എന്തെങ്കിലും പോയിന്റ്സ് പറഞ്ഞുതരോ, അക്യുപ്രഷർ പോയിന്റ്സ് പറഞ്ഞുതരോ? അങ്ങനെയൊന്നും ഇല്ല. കാരണം നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിന്റെ അത്ഭുത പ്രകാരം തന്നെ നമ്മുടെ ഓരോ മനുഷ്യരും യുണീക്കാണ്, ഓരോരുത്തരാണ്. അപ്പൊ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഓരോ മനുഷ്യന്റെയും രോഗകാരണം ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ സിംറ്റംസ് ഒന്നായിരിക്കാം, പക്ഷെ കാരണം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ കാരണത്തെ ചികിത്സിക്കണമെങ്കിൽ ഒരാൾക്കുള്ള മൈഗ്രെയിന്റെ കാരണമല്ല വേറൊരാൾക്കുള്ളത്. അപ്പൊ ഒരാളുടെ കാരണത്തിൽ അത് ഞാൻ തന്നെ വേണമെന്നില്ല, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരുപാട് ലോട്ട്സ് ഓഫ് പോയിന്റ്സ് കിട്ടും. പക്ഷെ അങ്ങനെയല്ല, പ്രോട്ടോകോളിൽ ഞാൻ പൂർണ്ണമായിട്ടും എതിരാണ്. അപ്പൊ നമ്മൾ തന്നെ ഒരു പേഷ്യന്റിനെ കണ്ടിട്ട് അവർക്ക് പ്രോട്ടോകോൾ നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ പ്രോട്ടോകോൾ എങ്ങനെയാണ് ഒരു പൾസ് ഡയഗ്നോസിസ്
ഡയഗ്നോസിസ് ചെയ്തിട്ട് പ്രോട്ടോകോൾ എങ്ങനെ ഉണ്ടാക്കാന്നുള്ള രീതിയിലുള്ള പ്രോട്ടോകോൾ മേക്കിംഗ് കൂടി ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല ഒരുപാട് ടെക്നിക്കുകൾ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സെപ്റ്റംബർ 5-6 തീയതികളിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സ് ആണ്. അപ്പൊ ഇനി മുതൽ മൂലകാരണം നോക്കി കാരണത്തെ വേറെ പടപ്പിഴുതറിയാനായിട്ട് തീർച്ചയായിട്ടും ഈ വർക്ക്ഷോപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടും.